ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ തന്നെ എണീറ്റ് ഫോണിൽ ചെക്ക് ചെയ്തപ്പോൾ തന്നെ ഒരു പ്രൊഡക്റ്റബിൾ ന്യൂസ് ഞാൻ കണ്ടു. അതായത് റിലാക്സ് ഫോഴ്സിന്റെ പ്രൊഡക്റ്റബിൾ ന്യൂസും നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ന്യൂസും. വേറൊന്നുമല്ല, ഇനി അധികം നാളൊന്നും ഈ ലോകമില്ല, ഈ ലോകം അധികം നാളില്ല എന്ന് നാസ കണ്ടുപിടിച്ചിരിക്കുന്നു. അതായത് അവരുടെ കുറെ സയന്റിസ്റ്റുകളെല്ലാം കൂടി ചേർന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്ക് വെറുതെ ഒരു കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാൽ മതി, കാരണം നമ്മൾ ചെയ്യുന്ന കാട്ടായങ്ങളെല്ലാം അങ്ങനെയാണ് അല്ലേ. പ്ലാസ്റ്റിക് കത്തിക്കുന്നു, ചവറ് കത്തിക്കുന്നു, വേസ്റ്റ് ഇടുന്നു, മരങ്ങൾ വെട്ടുന്നു, കാട് വെട്ടുന്നു, കെട്ടിടങ്ങൾ പണിതുയർത്തുന്നു. എന്നിട്ട് അവിടെ എല്ലാ അസുഖങ്ങളൊക്കെ വന്ന് ഒരു 20-ആം വയസ്സിൽ കുട്ടികൾ ജിമ്മിൽ പോകുമ്പോൾ മരിക്കുന്നു. അതോടൊപ്പം തന്നെ 32-ആം വയസ്സിൽ അകാല മരണം, ഇമ്മ്യൂണിറ്റി കുറവ്, അങ്ങനെ കുട്ടികളെല്ലാം എപ്പോഴും ആശുപത്രി കൊണ്ടുപോകുന്നു. ഇതെല്ലാം അന്തരീക്ഷത്തിൽ വളരെ ചൂട് കൂടുന്നു. അങ്ങനെ ചൂട് കൊണ്ട് ആൾക്കാർ മരിക്കുന്നു, പ്രളയം വരുന്നു. അപ്പൊ ഇതെല്ലാം നമ്മുടെ യൂണിവേഴ്സ് നമുക്ക് വരുന്ന സിമ്പിൾസ് ആണ്. ഈ ഒരു സിമ്പിൾസ് എല്ലാം ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും ഭൂമി എത്രമാത്രം നമ്മളോട് ദേഷ്യക്കാരനാണ്. ശരിക്കും മനുഷ്യന്റെ ആയുസ് 100 വർഷമാണ്. ഒന്ന് ചുറ്റും നോക്കിയേ, അല്ലെങ്കിൽ ജസ്റ്റ് ആ ഒരു ചരമക്കോളെടുത്ത് വായിച്ചേ. ആ ഒരു മരണത്തിന്റെ ഒരു റേറ്റ് നമുക്ക് കാണാം. അതായത് 30-ആം വയസ്സിൽ മരിക്കും, 20-ആം വയസ്സിൽ മരിക്കും, 10-ആം വയസ്സിൽ മരിക്കും. എന്തിനു വേണ്ടി പറയുന്നു? ജനിച്ച കുട്ടി അപ്പൊ തന്നെ മരിച്ചു പോകുന്നു. ഇതെല്ലാം ഈ അന്തരീക്ഷം നമ്മൾ മലിനമാക്കിയതുകൊണ്ട് ആ അന്തരീക്ഷം നമുക്ക് തിരിച്ചു തരുന്ന ജസ്റ്റ് ഒരു സിമ്പിൾസ് ആണ്. പെട്ടെന്നായിരിക്കും ഒരു റാപ്പിഡ് ആക്ഷൻ പോലെ ഇതെല്ലാം കൂടി നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അത് ഏത് രീതിയിൽ വേണമെങ്കിലും ആവാം. കാരണം ഈ ഒരു പ്രപഞ്ചത്തിന്റെ ഉള്ളിൽ വെറും ജീവിക്കുന്ന വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ. പക്ഷെ നമ്മുടെ അഹങ്കാരവും നമ്മുടെ എല്ലാ ഭാവവും കണ്ടാത്തൊന്നും നമ്മളാണ് ഈ ഭൂമിയുടെ അധിപനെന്ന്. പക്ഷെ അതല്ല, ഭൂമി ജസ്റ്റ് ഒരു ഔദാര്യമായിട്ട് തരുന്ന ഒരു ജീവിതം മാത്രമാണ് ഈ കാണുന്ന ശരീരവും ഇതെല്ലാം. അപ്പോ അങ്ങനെ ഒരു നന്ദിയില്ലാത്തൊരു രീതിയിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ അതായിരിക്കും അതിന്റെ റിസൾട്ട്. പക്ഷേ ഞങ്ങളുടെ ഈ റിലാക്സ് ഫോഴ്സ് എന്നുള്ള കമ്പനി 2021 മെന്റലി എന്റെ തലയിൽ വന്ന് ഇപ്പൊ 2025 നിങ്ങളുടെ മുമ്പിൽ എല്ലാം എത്തിയിട്ടുണ്ട്. പക്ഷെ ആ ഒരു കമ്പനി ഒരു മോട്ടീവ് ഉണ്ട്, അതായത് ഒരു എയിം ഉണ്ട്, ഒരു ഗോൾ ഉണ്ട്. അപ്പൊ ആ ഒരു ഗോൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ട് എങ്ങനെ ഈ ഒരു പ്രശ്നം, അതായത് ഭൂമിയെ നശിപ്പിക്കാതെ, അതായത് ഭൂമിയെ നിങ്ങളെല്ലാവരും കൂടി ദ്രോഹിക്കുന്നുണ്ട് അല്ലെ, യാതൊരുവിധ കെയറും കൊടുക്കാതെ ആ ഭൂമിയെ കഷ്ടപ്പെടുന്നുണ്ട്. ആ ഒരു കഷ്ടപ്പെടുന്ന ഭൂമിയെ ആ ഒരു പഴയ രീതിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ ഞങ്ങൾക്ക് കുറച്ച് പ്ലാൻസ് ഉണ്ട്. അതായത് വേറൊന്നുമല്ല, അത് എക്സ്റ്റാബ്ലിഷ് ചെയ്തിരിക്കും. അതിന് യാതൊരുവിധ സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും വേണ്ട, നിങ്ങളെ കൊണ്ട് ഞങ്ങൾ അത് ചെയ്യിപ്പിച്ചിരിക്കും. അതാണ് ഞങ്ങളുടെ ആ ഒരു മെയിൻ ഓറിയന്റേഷൻ. അല്ലാണ്ട് അയ്യോ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, അങ്ങനെ ചെയ്യില്ല, ഇങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾ ജസ്റ്റ് ഒരു റാപ്പിഡ് പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യും. ആ പ്ലാന്റെ ഒപ്പം നിങ്ങളെ ഞങ്ങൾ വരുത്തിയിരിക്കും. അതാണ് റിലാക്സ് ഫോഴ്സിന്റെ ആ ഒരു മോട്ടീവ്.